കടലേറ്റം രൂക്ഷമായ ഭാഗങ്ങളിൽ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കണമെന്ന് ഉദുമയിലെ തീരദേശ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഉടനടിയുള്ള നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ കാപ്പിൽ, കൊപ്പൽ, കൂവൽ, ജന്മ കടപ്പുറങ്ങളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം കടലാക്രമണം രൂക്ഷമായതിനാൽ പ്രദേശത്തെ നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ്. ഈയൊരു സാഹചര്യത്തെ അധികാരികൾ ഗൗരവത്തിൽ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തീരദേശ സംരക്ഷണ സമിതി പ്രത്യേക യോഗം ചേർന്നത്. കടലേറ്റം ശക്തമായ ഭാഗങ്ങളിൽ മോഡൽ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും MP, MLA, ജില്ലാ കലക്ടർ, തഹസിൽദാർ എന്നിവർക്ക് നിവേദനം നൽകാനും തീരുമാനമായി. തുടർന്നും പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് കളക്ട്രേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് തീരുമാനമെന്നും തീരസംരക്ഷണ സമിതി സാരഥികൾ പറഞ്ഞു. തീരസംരക്ഷണ സമിതിയുടെ ഭാഗമായി ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അതിൽ നല്ല ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ഏകദേശം 1000 ആൾക്കാർ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ കടൽ ഭിത്തിയുമായി അനുബന്ധിച്ച് നമ്മുടെ ജീവിതം വളരെയധികം ദുസ്സഹമാണ്. പിന്നെ ഇവിടുന്ന് പോകേണ്ട അവസ്ഥയാണ്. കാരണം റോഡില്ല, കുടിവെള്ളമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇനിയും ഒരു നിവേദനം കളക്ടർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം 12-ാം തീയതി കഴിഞ്ഞതിന് ശേഷം MPയും MLAയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗം വീണ്ടും തീരുമാനിച്ചിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം ഇതിന് നമുക്ക് ശാശ്വതമായൊരു പരിഹാരം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളൊരു കളക്ടറേറ്റ് പിക്കറ്റിംഗിലേക്ക് നീങ്ങാനും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. പഞ്ചായത്ത് പരിധിയിലെ കാപ്പിൽ മുതൽ നോമ്പിൽ അഴിമുഖം വരെയുള്ള 4 കിലോമീറ്ററോളം വരുന്ന തീരദേശത്താണ് കടലേറ്റം രൂക്ഷമായിരിക്കുന്നത്. കരിങ്കൽ ഭിത്തിയും ജിയോ ബാഗ് ഭിത്തിയും തകർത്ത് ആഞ്ഞടിച്ചെത്തുന്ന തിരമാലകൾ വലിയ തോതിൽ കരയെ വരുതിയിലാക്കുന്നു. ഇതേ രീതി ഇനിയും തുടരുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നിരവധി വീടുകളും കടലെടുക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ഇതാദ്യമായാണ് ഇത്രയും രൂക്ഷമായ രീതിയിലുള്ള കടലാക്രമണം ഇവർക്ക് നേരിടേണ്ടി വരുന്നത്. ഇതിനെ ചെറുത്തു നിർത്താനായി മതിയായ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വർഷാവർഷങ്ങളിൽ ഇവർ ജനപ്രതിനിധികളെ കാണുകയും നിവേദനം നൽകുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇതുവരെയായും സമാധാനവും സമാശ്വാസവും പകരുന്ന കാര്യമായ ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നിരവധി തെങ്ങുകളും കാറ്റാടിമരങ്ങളും മാത്രമല്ല, തീരദേശ റോഡ് കൂടി തിരയെടുത്തതോടെ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഈ കടലോര ജനത. മതിയായ കുടിവെള്ളം പോലും കിട്ടാതായതോടെ ജീവനും ജീവിതത്തിനുമായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകും വരെ പ്രതിഷേധം തുടരാനാണ് ഇവരുടെ തീരുമാനം. ശാശ്വത പരിഹാരം ടെട്രാപോഡ് വാങ്ങിക്കൊണ്ട് ചെല്ലാനം മോഡലിൽ ഒരു കടൽ ഭിത്തിയാണ് നമുക്ക് ആവശ്യം. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇനി വരുന്ന ജീവന് സംരക്ഷിക്കണമെങ്കിൽ ഈ ചെല്ലാനം മോഡലിലെ കടൽ ഭിത്തി വേണം. ആ കടൽ ഭിത്തി വരുന്നത് വരെ സമരത്തിന് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് കൂടിയ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നാളെ മറ്റന്നാൾ തന്നെ കളക്ടറേക്ക് ഒരു നിവേദനം നൽകാനും തുടർന്ന് കളക്ടറേറ്റ് പിക്കറ്റിംഗ് മുതൽ അങ്ങോട്ടുള്ള സമരങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശക്തമായ ഒരു സമരം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ കടൽ ഭിത്തി വരുന്നത് വരെ ഞങ്ങൾ ഈ സമരമായി മുമ്പോട്ട് പോകുന്നതെന്ന് അറിയിക്കാനുള്ളത്. അധികാരികൾ കണ്ണ് തുറക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരമായി മുമ്പോട്ട് പോകും. അതിന് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൂടിയ ജനങ്ങൾ. ഇന്ന് 100-100-ലധികം ജനങ്ങൾ ഈ ഭാഗത്ത് കൂടിയിട്ടുണ്ട്. അവരെല്ലാം ഈ തീരദേശവാസികളാണ്. അവരുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇനി ഒരു ജീവൻ പോകുന്നത് വരെ ഗവൺമെൻറ് കാത്തു നിൽക്കാതെ അതിനു മുമ്പേ അടിയന്തരമായിട്ട് ഇപ്പോൾ വയനാട് പോലുള്ള ദുരന്തം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നേരത്തെ തന്നെ ഇതിനു വേണ്ട ശാശ്വത പരിഹാരം കാണണം എന്നുള്ളൊരു അഭ്യർത്ഥന അധികാരികളോട് മുമ്പിൽ ഞങ്ങൾ വെക്കുകയാണ്. ഈ സമരമായി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ യോഗത്തിൽ തീരദേശ സംരക്ഷണ സമിതി ചെയർമാൻ സിലോൺ അശോകൻ അധ്യക്ഷനായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK ജലീൽ, ശകുന്തള, CPIM ലോക്കൽ സെക്രട്ടറി രമേശൻ കൊപ്പൽ, ശ്രീധരൻ വയലിൽ, KBM ഷെരീഫ്, KV അപ്പു, K ബാലകൃഷ്ണൻ, AV വാമനൻ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. സമിതി കൺവീനർ ശ്രീധരൻ കാവുങ്കാൽ സ്വാഗതവും BK കണ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.